വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമാലോകം ഒന്നടങ്കം കാത്തിരുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ രാമായണത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. രൺബീർ കപൂറും യശും സായ് പല്ലവിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയുടെ ട്രെയിലർ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയും ചർച്ചയായി മാറുകയും ചെയ്തു. സീതാദേവിയാണ് സായ് പല്ലവിയെ എത്തുന്നത്. എന്നാൽ ട്രെയിലർ കണ്ട ശേഷം പ്രേക്ഷകർ രണ്ടായി തിരിയുകയായിരുന്നു. ഒരു വിഭാഗം സായ് പല്ലവി സീതയായി സംതൃപ്തരായിട്ടാണ് അഭിപ്രായങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. ഇതിലൂടെ സായിപ്പല്ലിയുടെ അഭിനയത്തിലും സായിപ്പല്ലിയുടെ കഥാപാത്രം മാച്ച് ആവുന്നില്ല എന്ന തരത്തിൽ ഒരുപാട് വിമർശനം ഇതിന് പിന്നാലെ ഒരുപാട് കൂടിച്ചേർന്നു. കാർമേഘം പോലെ നീണ്ട കറുത്ത മുടിയും തങ്കത്തിന്റെ ശോഭയും ശരീരവിടവും മധുരഭാഷണവും വിനയവും സമുന്നയിച്ച സ്വാത്വിക ഭാഗവുമുള്ള സീതാദേവിയാണ് വാത്മീകിയുടെ കാവ്യത്തിലുള്ളത്. ബാഹ്യമായ ആഭരണങ്ങളെക്കാൾ പ്രകൃതിപരമായ ലളിതമായ സൗന്ദര്യം കൊണ്ട് അഴകേറിയ വാത്മീകിയുടെ സങ്കല്പത്തിലെ ആ വിദൂര്യത്തിന് പകരമായി പണത്തിന്റെ തിളക്കവും സാങ്കേതിക വിദ്യയുടെ മാത്രം കാണിച്ചു തരുമ്പോൾ വാത്മീകിയുടെ സീത ഒരുപാട് മാറിപ്പോയി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഞങ്ങളുടെ മനസ്സിലെ ആൾ ഇങ്ങനെയല്ല എന്നും സായ് പല്ലവിയുടെ ക്യാരക്ടർ മിസ്മാച്ച് ആയി പോയി എന്നുമായ ദുഃഖകരമായ കാര്യങ്ങളാണ് പ്രേക്ഷകർ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ വഴിയും കമന്റുകളുമായെല്ലാം തന്നെ പറഞ്ഞ് രംഗത്ത് വന്നത്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട് സായ് പല്ലവി കറക്റ്റാണ് എന്നും സായ് പല്ലവി ഇതിന് പറ്റിയ കഥാപാത്രമാണ് എന്നും ഇന്ത്യയിൽ സായ് പല്ലവിയേക്കാൾ ഈ കഥാപാത്രം ചെയ്യാൻ സീതയുടെ കഥാപാത്രം ചെയ്യാൻ മറ്റൊരു നടിയില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞും സായ് പല്ലവിയുടെ ആരാധകരും രംഗത്ത് വരുന്നു. എന്നിരുന്നാലും വിമർശനത്തിന്റെ ആഴം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് സായ് പല്ലവിയെ സംബന്ധിച്ച് ഇത്തരമുള്ള വിമർശനം തന്നെ തേടിയെത്തുന്നത്. ഒരുപാട് VFXകളും ഒരുപാട് വർക്കുകളും ഒരുപാട് കഠിനാധ്വാനവും തന്നെയാണ് രാമായണം എന്ന സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സിനിമ ഇറങ്ങുമ്പോൾ ഇത്തരമൊരു വലിയ രൂപത്തിലുള്ള വിമർശനം ആ സിനിമയെ വലിയ രൂപത്തിൽ ബാധിക്കുമെന്നും എന്നാൽ വിമർശനമാണ് ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുമായ പല അഭിപ്രായങ്ങളും ഇതിനിടെ പൊട്ടിപ്പുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ രാമായണം എന്ന സിനിമ കാണുമോ എന്നും രാമായണത്തിലെ കഥാപാത്രങ്ങളെ പറ്റിയും എന്താണ് അഭിപ്രായം എന്നും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.